അന്ന് സുരേഷ് വർമ്മ തന്റെ ജോലികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം രാത്രി തന്റെ ഫിയാറ്റ് കാറിൽ വീട്ടിലേക്ക് മടങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിന്റെ മുമ്പിലെത്തിയ അയാൾ ഗേറ്റ് തുറക്കുവാനായി ഹോൺ അടിച്ചു. ഹോൺ അടിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്ന രണ്ടുപേർ ഓടി സുരേഷിന്റെ കാറിന്റെ അടുത്തേക്ക് എത്തി. അവർ രണ്ടുപേരുടെയും കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നു. സുരേഷ് വർമ്മയ്ക്ക് ഒന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരുടെ ബുള്ളറ്റ് സുരേഷിന്റെ തലയിലേക്ക് തറച്ചു കയറി. സുരേഷ് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. മഹാവീർ പ്രസാദിനും ശാന്തിക്കും ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. വളരെ ദാരിദ്ര്യം നിറഞ്ഞ വളരെ കഷ്ടത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിലാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞിന് വളരെ വ്യത്യസ്തമായ ഒരു ജന്മചിഹ്നം തലയുടെ വലത്തെ ഭാഗത്തുണ്ടായിരുന്നു. അതായത് സുരേഷ് വർമ്മയുടെ തലയിലേക്ക് ബുള്ളറ്റ് തറച്ചു കയറിയ അതേ സ്ഥാനത്തായിരുന്നു ആ ജന്മചിഹ്നം.